സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ ദില്ലിയിൽ തിരക്കിട്ട യോഗങ്ങളുമായി ബി.ജെ.പിയും കോൺഗ്രസും. ബി.ജെ.പിയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കും. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയും പ്രവർത്തക സമിതിയും നാളെ യോഗം ചേരും. കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി.ജെ.പി നേതാവുമായ സദാനന്ദ ഗൌഡ കോൺഗ്രസിൽ ചേർന്ന് മത്സരിച്ചേക്കും. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അന്തിമമാക്കാൻ തിരക്കിട്ട ചർച്ചകളാണ് ബി.ജെ.പിയിലും കോൺഗ്രസിലും നടക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അവശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. കോൺഗ്രസിൽ നിന്ന് പുതുതായി പാർട്ടിയിലേക്ക് എത്തിയവർ ഉൾപ്പെടെ പരമാവധി പുതുമുഖങ്ങൾക്കാണ് മൂന്നാംഘട്ട പട്ടികയിൽ പ്രാതിനിധ്യമെന്നാണ് വിവരം. അതേസമയം മുൻപ് കോൺഗ്രസ് ഉൾപ്പെടെ മറ്റു പാർട്ടികളുടെ ഭാഗമായിരുന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയ നേതാക്കളെ പരിഗണിച്ചിട്ടില്ലെന്നും സൂചനയുണ്ട്. യു.പിയിൽ റീത്ത ബഹുഗുണ ജോഷി ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് ലഭിച്ചേക്കില്ല. നെഹ്റു കുടുംബത്തിൽ നിന്നെത്തിയ മനേക ഗാന്ധിയും വരുൺ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർക്കും സീറ്റ് ലഭിച്ചേക്കില്ല. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പോലെയുള്ള ഏതാനും എംപിമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. അതേസമയം കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ നാളെയും മറ്റന്നാളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും പ്രവർത്തക സമിതി യോഗവും ചേരുന്നുണ്ട്. കരട് പ്രകടന പത്രികയ്ക്ക് നാളെ അംഗീകാരം നൽകും. 80-ലധികം സീറ്റുകളിലാണ് കോൺഗ്രസിന് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഈ സീറ്റുകളിൽ ധാരണയായതായാണ് കോൺഗ്രസ് നൽകുന്ന വിവരം. സാധ്യമായ ഇടങ്ങളിലെല്ലാം വിജയം എന്ന ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. പ്രാദേശിക ഘടകങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന പട്ടികയായിരിക്കും കോൺഗ്രസ് പുറത്തിറക്കുക. രാജസ്ഥാനും മധ്യപ്രദേശും ഉൾപ്പെടെ ഹിന്ദി ഹൃദയഭൂമിയിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പൂർത്തിയാകും. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാനും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാനും ധാരണയായതായാണ് വിവരം. വാരണാസിയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിലും ആശയവിനിമയം ഇന്ന് നടക്കും. ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്ന് ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കാൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ രാജിവെച്ചു. കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി.ജെ.പി നേതാവുമായ സദാനന്ദ ഗൌഡ പാർട്ടി വിട്ട് കോൺഗ്രസ് ടിക്കറ്റിൽ മൈസൂരുവിൽ നിന്ന് മത്സരിച്ചേക്കും. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.